ഒരു പേരിലെന്തിരിക്കുന്നു എന്നാണ് വിശ്വവിഖ്യാത നാടകകൃത്ത് വില്യം ഷേക്സ്പിയർ ചോദിച്ചത്. ഇന്ത്യയിലെ BJP പേരിൽ കാര്യമുണ്ടെന്നാണ് പറയുന്നത്. പേരുമാറ്റലിൻ്റെ രാഷ്ട്രീയം സമർത്ഥമായി BJP ഉപയോഗിക്കുന്നു. ഇന്ത്യയെ ഭാരതമാക്കുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി പേരുമാറ്റൽ ചടങ്ങുകൾ നടക്കുന്നു. അങ്ങനെ ആകെ കെങ്കേമം. വികസനം പേരുമാറ്റത്തിലൂടെയും വരും. അത് വോട്ട് ബാങ്ക് വികസനമാണെന്ന് മാത്രം. യമുനാ നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം, സിഗ്നേച്ചർ ബ്രിഡ്ജ്, സുദർശന സേതുവായി. നിർദോഷമെന്ന് തോന്നുന്ന ഈ പേരുമാറ്റത്തിലെ രാഷ്ട്രീയം കാര്യമായി ചർച്ച ചെയ്തില്ല. നവോത്ഥാന കേരളത്തിലും പേരുമാറ്റൽ രാഷ്ട്രീയം പ്രയോഗിക്കാനുള്ള ശ്രമത്തിലാണ് BJP. വയനാട്ടിലെ LDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ആചാരവെടി മുഴക്കിയത്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നല്ലേ? വയനാട്ടിലെ വിവിധ ജനകീയ പ്രശ്നങ്ങൾക്ക് പകരം പേരിടിയിൽ ചടങ്ങ് ചർച്ചയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണോ ശ്രമം? സർ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലങ്ങളുടെ പേരുമാറ്റമല്ല. ജനങ്ങളെ ഞെരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. പരാമർശം ചർച്ചയായതിന് പിന്നാലെ നിലപാട് ആവർത്തിച്ച് വീണ്ടും BJP നേതാവ് രംഗത്ത് വന്നു. അതായത് നാവുപിഴയല്ല എന്നർത്ഥം. സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് അത്രേ പേര് മാറ്റുന്നത്. ടിപ്പു സുൽത്താൻ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തതെന്നാണ് K. സുരേന്ദ്രൻ ചോദിക്കുന്നത്. കുറേ ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയും അല്ലാതെ വേറെന്താണ് ടിപ്പു സുൽത്താൻ ചെയ്തത്? അത്തരമൊരാളുടെ സ്മാരകങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ടോ എന്നാണ് സുരേന്ദ്രൻ്റെ ചോദ്യം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. ഗണപതി വട്ടം എന്ന പേരിന് മുമ്പ് ബത്തേരിക്ക് മറ്റ് പേരുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 10-ാം നൂറ്റാണ്ടിൽ ജൈനന്മാരാണ് ബത്തേരിയിൽ താമസം തുടങ്ങിയത്. അന്ന് ഹന്നരടു വീതി എന്നാണ് ബത്തേരി അറിയപ്പെട്ടിരുന്നത്. ഏറെക്കാലം ഈ പേരിലാണ് ബത്തേരി അറിയപ്പെട്ടത്. ചെട്ടി സമുദായം ബത്തേരിയിൽ എത്തിയപ്പോഴാണ് ഗണപതി വട്ടം എന്ന പേര് വന്നത്. ബത്തേരി നഗരമധ്യത്തിലുള്ള ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഗണപതി വട്ടം എന്ന പേര് ലഭിച്ചത്. ഏകദേശം 300 വർഷം മുമ്പാണ് ഗണപതി വട്ടം എന്ന പേര് ഉപയോഗിച്ച് തുടങ്ങിയതെന്നും ചരിത്രകാരന്മാർ പറയുന്നു. പിന്നീട് കോട്ടയം രാജാക്കന്മാരുടെ കാലത്ത് പാറയ്ക്ക് മീത്തൽ എന്നാണ് ബത്തേരി അറിയപ്പെട്ടതെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വയനാട് മൈസൂർ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ടിപ്പുവിൻ്റെ പ്രധാന താവളമായിരുന്നു ബത്തേരി. ഇവിടെ ഒരു ജൈന ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ജൈന ക്ഷേത്രം ടിപ്പു പിടിച്ചെടുത്ത് ആയുധപുരയാക്കി. ഇതോടെയാണ് ടിപ്പു സുൽത്താൻ്റെ ആയുധപുര എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് വിളിച്ചു തുടങ്ങിയത്. ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ വിളിച്ചത്. അത് പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറി. അപ്പോൾ ഗണപതി വട്ടത്തിന് പകരം ഹനരടു വീതി എന്ന് പേര് മാറ്റിയാലോ? ഇല്ല, അതിനൊരു ഗുമ്മുണ്ടാവില്ലല്ലേ?